ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിവർഷം ഷിഗല്ലയുടെ പിടിയിലാകുന്നത് ഏകദേശം 16.5 കോടി ആളുകളാണ്. അവയിൽ തന്നെ 2 ലക്ഷത്തോളം ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നുമുണ്ട്. ഷിഗല്ലയുടെ ശക്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ മീഡിയൻ ഇൻഫെക്ഷസ് ഡോസ് നോക്കിയാൽ മതി. ഒരു കൂട്ടം ആളുകളിൽ പകുതി പേർക്കും രോഗം വരാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ രോഗാണുക്കളുടെ അളവിനെയാണ് മീഡിയൻ ഇൻഫെക്ഷസ് ഡോസ് എന്ന് പറയുന്നത്. കോളറ പിടിപെടാൻ ലക്ഷക്കണക്കിന് അണുക്കൾ ശരീരത്ത് വേണമെന്നുണ്ടെങ്കിൽ ഷിഗല്ലയ്ക്ക് ഈ അളവ് കേവലം 10 മുതൽ 200 വരെയാണ്. രോഗാണുക്കൾ ശരീരത്തിൽ എത്തപ്പെട്ടാൽ 1 മുതൽ 2 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. രക്തം കലർന്ന വയറിളക്കം, കഠിനമായ വയറുവേദന, 103 ഡിഗ്രി വരെയുള്ള പനി. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഇതിനെ ബാസിലറി ഡിസെൻട്രി എന്ന് വിളിക്കുന്നു. ഷിഗല്ല പടരുന്നത് ഫിംഗേഴ്സ്, ഫ്ലൈസ്, ഫീഷീസ്, ഫുഡ് എന്നിവ മൂലമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ലളിതമായി 4Fs എന്നും വിളിക്കാറുണ്ട്. അതായത് മലിനമായ കൈകൾ, ഈച്ച, മനുഷ്യ വിസർജ്യം കലർന്ന വെള്ളം, ശരിയായി കഴുകാത്ത ഭക്ഷണം എന്നിവയാണ്. ICMRന്റെ 2025 റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ 60% ഔട്ട്ബ്രേക്കിനും കാരണം മലിനമായ പൈപ്പ് വെള്ളമാണ്. ഷിഗല്ലയെ ആദ്യം കണ്ടെത്തിയത് 1897 ജപ്പാനിലെ ഡോക്ടറായ കിയോഷി ഷിഗയാണ്. ഡിസെൻട്രി പകർച്ചവ്യാധി കാലത്താണ് ഈ ബാക്ടീരിയയെ ഐസൊലേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ബാക്ടീരിയ അറിയപ്പെടുന്നത് പോലും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഔട്ട്ബ്രേക്കുകൾ നോക്കിയാൽ 1969 സെൻട്രൽ അമേരിക്കയിൽ 20,000 പേരുടെ മരണത്തിന് കാരണമാക്കിയ റെസിസ്റ്റന്റ് ഷിഗല്ല സ്ട്രെയിൻ ആയിരുന്നു. 2023 കോഴിക്കോടിൽ 150-ലധികം കുട്ടികൾക്ക് രോഗം പിടിപെട്ടത് മലിനമായ ഐസ്ക്രീം യൂണിറ്റിലെ വെള്ളം കാരണമായിരുന്നു. ഷിഗല്ല രോഗം വന്നാൽ ആളുകൾ മരിക്കുന്നത് നിർജ്ജലീകരണം കൊണ്ടും രക്തത്തിൽ അണുക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കൊണ്ടുമാണ്. ഈ രോഗത്തെ തടയാൻ വാക്സിൻ ഇല്ല. പക്ഷേ 90% നമുക്ക് തടയാൻ പറ്റുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഈ 5 നിർദ്ദേശങ്ങൾ പിന്തുടരുമ്പോഴാണ്. ഒന്നാമതായി കൈ കഴുകുക. ടോയ്ലറ്റിലും മറ്റും പോയതിനു ശേഷം ഭക്ഷണത്തിന് മുമ്പ് 20 സെക്കൻഡെങ്കിലും സോപ്പിട്ട് കൈകൾ കഴുകണം. രണ്ടാമതായി വെള്ളം ഫിൽട്ടർ ചെയ്താൽ മാത്രം പോരാ. ഷിഗല്ല ക്ലോറിൻ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അത് നന്നായി തിളപ്പിച്ചിരിക്കണം. മൂന്നാമതായി ഔട്ട്ബ്രേക്ക് സമയത്ത് വെളിയിൽ നിന്നുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. നാലാമതായി രോഗിയെ ഐസൊലേറ്റ് ചെയ്യുക. വയറിളക്കം മാറി 2 ദിവസം കഴിയും വരെ സ്കൂളിലോ ജോലിക്കോ വിടരുത്. ഒരു രോഗി 4 ആഴ്ച വരെ ബാക്ടീരിയ പരത്താൻ സാധ്യതയുണ്ട്. സ്വയം ചികിത്സ പാടില്ല. ഡോക്ടർ പറയാതെ ആന്റിബയോട്ടിക്കുകൾ എടുക്കരുത്. 70% ഷിഗല്ല സ്ട്രെയിനുകളും ഇന്ന് അസിത്രോമൈസിൻ റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് CDC റിപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ ORS കൊടുക്കുക. മാത്രവുമല്ല ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുക.